നിഷാദ്, നിർണായകമായ യോഗമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 സേനാ മേധാവിമാരും ഇതിനോടകം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവിയും അനിൽ ചൗഹാനും പ്രതിരോധ മന്ത്രാലയത്തിൽ എത്തിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രതിരോധ മന്ത്രിയുമായി കൃത്യമായ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നു. ഇതിനെ ശക്തമായി തിരിച്ചടിച്ചെന്നും അതുപോലെ തന്നെ ശക്തമായി പ്രതിരോധിച്ചെന്നും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനി തുടർ നടപടികൾ എന്തായിരിക്കും സ്വീകരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ കൂടിയാലോചനകളാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. കാരണം നേരത്തെ തന്നെ നിരവധി തവണയാണ് പ്രതിരോധ മന്ത്രി സാഹചര്യം വിലയിരുത്തിയിരുന്നത്. അതുപോലെ തന്നെ അതിർത്തി മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളടക്കം ഈ യോഗത്തിൽ വിലയിരുത്തുന്നുവെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കരസേനാ മേധാവി, അതുപോലെ തന്നെ വ്യോമസേനാ മേധാവി, നാവികസേനാ മേധാവി എന്നിവർ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിലുണ്ട്. കൃത്യമായി പ്രതിരോധ മന്ത്രിയെ ഇപ്പോൾ ജമ്മു കാശ്മീരിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഇപ്പോൾ അറിയിക്കുകയാണ്. രാജസ്ഥാൻ, അതുപോലെ തന്നെ പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് സാഹചര്യം ഇന്നലെ രൂക്ഷമായത്. എന്തായാലും ഈ സാഹചര്യങ്ങളടക്കം കൃത്യമായി പ്രതിരോധ മന്ത്രിയെ അറിയിക്കുന്നു. ഇനി തുടർ നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുകയാണെങ്കിൽ എന്തൊക്കെ തുടർ നടപടികളായിരിക്കും സ്വീകരിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ നിലപാടുകളായിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഇന്നൊരു വ്യക്തത വരുത്തും. എന്തായാലും യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയത്തിലാണ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ആദ്യം 10 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അത് തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം പക്ഷേ ഇന്നുണ്ടാകും. അതുപോലെ തന്നെ കൃത്യമായ കൂടിയാലോചനകൾ നടക്കുകയാണ്. എങ്ങനെയായിരിക്കണം പാകിസ്ഥാന്റെ നടപടികളെ നേരിടേണ്ട, അതുപോലെ തന്നെ കൃത്യമായി എന്തൊക്കെ നിലപാടുകളായിരിക്കണം സ്വീകരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യോഗത്തിൽ ചർച്ചയാകുന്നത്. യോഗം ഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷാദ്.